നമസ്കാരം. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നവംബർ 7-ന് ഒരു തിരുവനന്തപുരത്ത് നടന്ന, അതായത് കൊലപാതകം എന്ന് പറയാം, നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ട് നടന്ന ഒരു കൊലപാതകം. ആ പേഷ്യൻ്റ് മരിച്ചു പോകാൻ കാരണം നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ടാണ്. ജീവൻ ബലി കൊടുത്തിട്ട് ഒരു ഭരണകൂടം കെട്ടിച്ചമയ്ക്കുന്നത് അത്ര നല്ലതല്ല. ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അപ്പന ഇല്ലാതെയും അമ്മമാർക്ക് മക്കളില്ലാതെയും വരുന്ന ഒരു കേരളമായിട്ട് പോകാൻ പ്ലീസ് ആരും അനുവദിക്കരുത് ഇതിനെ. മനുഷ്യൻ്റെ ജീവന് നായുടെ വില പോലും ഇല്ലാത്ത ഒരു കേരള സംസ്കാരം. ആ സംസ്കാരത്തിനോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം നെഞ്ചുവേദനയായിട്ട് ഒരു രോഗി ഹോസ്പിറ്റലിൽ, അതായത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത്, സാധാരണക്കാർ. അപ്പം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന സാധാരണക്കാരൻ്റെ ജീവന് വിലയില്ല. അതാണ് മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ സംസ്കാരമല്ല കാണിക്കേണ്ടത്, മനുഷ്യത്വം ഉള്ള ഒരു വ്യക്തിത്വമാണ് കാണിക്കേണ്ടത്. അത് ഭരണമായാലും സംസ്കാരമായാലും. ആളുകളോ ഭരണമോ മാറിയിട്ട് കാര്യമില്ല. ശരിയായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ശരിയായ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ശരിയായ ഒരു പ്രോട്ടോക്കോളോ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് UAE എന്ന് പറയുന്ന ഈ രാജ്യത്തോട് വളരെയധികം ബഹുമാനം തോന്നും. ബിക്കോസ് ഞാൻ ഒരു അതായത് ആതുര സേവന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതായത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മളെപ്പോലുള്ള, അതിപ്പോൾ അവർ മലയാളിയാണോ, ഇന്ത്യക്കാരനാണോ, പാകിസ്ഥാനിയാണോ, ഏത് രാജ്യക്കാരനാണോ, അല്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ നോക്കിയിട്ടല്ല അവർ ട്രീറ്റ്മെൻറ്റ്. നിങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയാൽ അവിടെ ആദ്യം അവർ ചെയ്യുന്നത് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു കടമയാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഇത്രയും പൈസ അവിടെ കൈക്കൂലി കൊടുക്കുക, ഇത്രയും കൊടുക്കുക എന്നല്ല അവർ പറയുന്നത്. അവർ ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാരനാണെങ്കിൽ പോലും ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ, എത്ര വിലപിടിപ്പുള്ള ഒരു സ്റ്റെൻറ്റ് പോലും ഇട്ട് കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സപ്പോർട്ടുള്ള ഒരു ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഒരു ഭരണമാണ് ഇവിടുത്തെ ആൾക്കാർ കാഴ്ചവെക്കുന്നത്. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഒരു സാധാരണക്കാരനായതുകൊണ്ടാണോ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് ഈ സിസ്റ്റത്തിന് ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാതെ പോകുന്നത്? ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട്, അതായത് കൊല്ലം ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് അവർ ട്രിവാൻഡ്രം വരെ പോകണമെന്നുണ്ടെങ്കിൽ, ചെസ്റ്റ് പെയിൻ, അതായത് നെഞ്ചുവേദന കൂടി, ആക്ച്വലി അതൊരു അറ്റാക്ക് വന്നൊരവസ്ഥയായിരുന്നു. ട്രോപ്പോണിൻ ഹൈ ആയിരുന്നു, അതുപോലെ ECG വേരിയേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ചെന്ന് ഒരു തവണ അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ ശരിക്കും അവരുടെ ഭാര്യ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു, നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ആ പേഷ്യൻറ്റിന് 1 ടൈം അറ്റാക്ക് ഉണ്ടായതിന് ശേഷം പെരിക്കാർഡിൽ എഫ്യൂഷൻ ഉണ്ടായി. അങ്ങനെ അത് ലീഡ് ചെയ്ത്, പെരിക്കാർഡിൽ എഫ്യൂഷൻ ലീഡ് ചെയ്ത് അത് ടാമ്പോണേഡിലേക്ക് വന്നു. ആ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ആ പേഷ്യൻ്റ് ഡെത്തായിപ്പോയത്. പക്ഷേ അതിനെ അവർക്ക് അത്രയും, അതായത് ഒരാഴ്ചത്തോളം ആ പേഷ്യൻ്റ് അവിടെ കിടക്കേണ്ടി വന്നു. പക്ഷേ അതിന് ആ ഒരു ജീവൻ, ഒരു പട്ടിയുടെ പോലും വില കൊടുക്കാതെ ഇട്ട് അതിനെ ആ കറക്റ്റ് സമയത്തിന് ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മക്കൾക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെടത്തില്ലായിരുന്നു, ആ ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഒരാൾ മരിച്ചതിന് ശേഷം കൊടിയും പൊക്കിക്കൊണ്ട് വന്നിട്ട് അവരുടെ പറ്റി അല്ലെ എന്തുകൊണ്ട് ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം, അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർക്ക് കൈക്കൂലി കൊടുത്തിട്ടല്ല ചെയ്യേണ്ടത്. അത് എന്താണെന്നുള്ള കറക്റ്റ് ഒരാളോട് ചോദിക്കും, ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അത് മറ്റവരോട് ചോദിക്കും, മറിച്ചവരോട്. അങ്ങനല്ല. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ഒരു രോഗിയായിട്ട് വരുമ്പം അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് എനിക്ക് അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരടുത്ത് കൊണ്ട് കാണിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കറിയത്തില്ല, പനിയാണെങ്കിൽ നിങ്ങൾ ഗുളിക കഴിക്കുക, അത് എൻ്റെ രോഗിയല്ല എന്നുള്ളതല്ല അതിൻ്റെ മറുപടി. സാധാരണക്കാരൻ ചോദിക്കുമ്പം അതിന് മറുപടിയില്ല. കാശുള്ളവനാണെങ്കിൽ അവന് മറുപടിയുണ്ട്. എന്ത് വ്യത്യാസമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് നമ്മുടെ സിസ്റ്റം മാറുന്നു അന്ന് നാട് നന്നാകും. ഈ നാട് നന്നായില്ലെങ്കിൽ ഇതുപോലുള്ള ജീവനുകൾ ഇനിയും പൊലിയും.
അതായത് പല മക്കൾക്കും അച്ഛനില്ലാതെയും പല ഭാര്യമാർക്കും ഭർത്താവില്ലാതെയും ഈ കേരളം ഇങ്ങനെ തന്നെ മുടിഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇതുപോലുള്ള ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും സിസ്റ്റവും ആണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല കേരളം. ഇങ്ങനെ തന്നെ പോകും മുന്നോട്ട്. ഭർത്താവ് നഷ്ടപ്പെടുന്ന വേദന ആ നഷ്ടപ്പെടുന്ന ഭാര്യയ്ക്കേ മനസ്സിലാകത്തുള്ളൂ. അപ്പം നഷ്ടപ്പെട്ടതിൻ്റെ വേദന. അദ്ദേഹത്തിന് കറക്റ്റ് സമയത്തിന് ആൻജിയോഗ്രാഫി ചെയ്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കാരണം ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ്. നമ്മുടെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അത് നടത്തിയിരുന്നെങ്കിൽ, ബ്ലോക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അതിനെ മാറ്റി, അതായത് സ്റ്റെൻറ്റ് ഇടണമെങ്കിൽ സ്റ്റെൻറ്റ്, സർജറി ആണെങ്കിൽ സർജറി, അത് ചെയ്ത് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ലാതാകത്തില്ലായിരുന്നു. മരിച്ചു പോയതിന് ശേഷം ജൈവിളി നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും ആർക്കറിയാം. ദൈവമേ, ആ ആത്മാവിന് നീ ശാന്തി കൊടുക്കണേ, നിത്യശാന്തി കൊടുക്കണേ.